ദർശനത്തിനെത്തിയവരുടെ എണ്ണം കൂടിയെങ്കിലും ഇത്തവണ ശബരിമല വരുമാനത്തിൽ വൻഇടിവ്. അപ്പം അരവണ വിൽപ്പനയും മുൻ വർഷത്തേക്കാൾ കുറഞ്ഞു. അതേസമയം കുത്തക ലേലവും എണ്ണിത്തീരാത്ത കാണിക്കയും കൂടി വരുമ്പോൾ വരുമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ മണ്ഡലകാലത്തെ 39 ദിവസത്തെ ശബരിമല വരുമാനത്തിന്റെ കണക്ക് വിവരങ്ങളാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. 204,30,76,704 രൂപയാണ് ആകെ വരുമാനം. മുൻവർഷം ഇത് 222,98,70,250 രൂപയായിരുന്നു. 18,67,93,546 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അരവണ വരുമാനവും കുറഞ്ഞു. അരവണ വിൽപ്പനയിലൂടെ ഇക്കുറി 96,32,44,610 രൂപ ലഭിച്ചപ്പോൾ 12,38,76,720 രൂപയുടെ അപ്പം വിറ്റു. കഴിഞ്ഞ വർഷം അരവണ വിൽപ്പനയിലൂടെ 103,97,21,570 രൂപയും 13,29,930 രൂപയുമാണ് ലഭിച്ചത്. അരവണ വിൽപ്പനയിൽ 7,64,76,960 രൂപയും അപ്പം വിൽപ്പനയിൽ 90,24,210 രൂപയുമാണ് കുറഞ്ഞത്. കാണിക്ക ഇനത്തിൽ 63,89,10,320 രൂപയാണ് ഇത്തവണ ലഭിച്ചത്. 6,21,71,668 രൂപ ഈ ഇനത്തിലും കുറഞ്ഞു. എന്നാൽ കുത്തകലേലവും ചില്ലറ കാണിക്കയും എണ്ണുമ്പോൾ വരുമാനം ഏറുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. കാണിക്ക ഇനി എണ്ണാനുണ്ട്. ഈ കോയിനുകൾ ഉണ്ടല്ലോ, അതെല്ലാം കൂടി എണ്ണി വരുമ്പോൾ വരുമാനം ഇതിനേക്കാൾ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ വ്യത്യാസമല്ല, നമ്മൾ വർദ്ധിക്കും. കുത്തകലേലം ഇനിയും കുറേ ചേർക്കാനുണ്ട് ഇതിൽ. അപ്പോൾ കുത്തകലേലവും കുറച്ചുകൂടി കുറേ ചേർത്തിട്ടുണ്ട്, കുറേയും കൂടി ചേർത്ത് വരുമ്പോൾ ഈ കോയിനും കൂടി എണ്ണിക്കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നിലേക്ക് വരും. കഴിഞ്ഞ വർഷം 30 ലക്ഷം ഭക്തർ സന്നിധാനത്തെത്തിയപ്പോൾ ഇത്തവണ 31,43,167 പേരാണ് ഇതുവരെ ദർശനം നടത്തി മടങ്ങിയത്. ഭക്തരുടെ എണ്ണത്തിൽ വൻതോതിൽ വർധനമുണ്ടായിട്ടും വരുമാനം കുറഞ്ഞത് ഗൗരവമായി പരിശോധിക്കുകയാണ് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ ഭക്തരെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അതുകൊണ്ട് ശബരിമലയിൽ കാണിക്ക അർപ്പിക്കുന്നതിനുൾപ്പെടെ ഭക്തർ പിന്മാറണമെന്നും ചില രാഷ്ട്രീയ സംഘടനകളടക്കം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ പ്രതിഫലനമാണോ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ വരുമാനത്തിലെ ഇടിവെന്ന് പരിശോധിക്കണമെന്നാണ് ദേവസ്വം അധികൃതരടക്കം ആവശ്യപ്പെടുന്നത്. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ അമർജിത്തിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.